ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന നാം ഓരോരുത്തരും ഈ നോമ്പിൻ്റെ 6-ാം ദിനമായി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം ഈ ദിവസം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മേഖല പരിശുദ്ധ മാതാവ് തീരുമാനങ്ങളെടുക്കുന്ന ഒരമ്മയായിരുന്നു. നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ നിരവധി തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. തീരുമാനമെടുക്കേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുന്ന ഒരമ്മയെ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോരോ ആവശ്യ ഘട്ടങ്ങളിലും ചില പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നങ്ങളിലും ആത്യന്തികമായി അവസാന തീരുമാനം എന്ന് പറയുക ആ കുടുംബത്തിലെ അമ്മ ആകും. ആ തീരുമാനം ഒരു പക്ഷെ പറയുക. ചിലപ്പോൾ അപ്പന് തീരുമാനം ഉണ്ടാകില്ലേ, മക്കൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയുണ്ട്. ഈ അവസരത്തിലൊക്കെ ഒരു അമ്മ കടന്നു വന്ന് നമുക്കിങ്ങനെ തീരുമാനം എടുത്താലോ, ഇതല്ലേ ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയായ തീരുമാനത്തിലേക്ക് ആ കുടുംബത്തെ എടുക്കുവാനും ഈ രീതിയിൽ ആ മക്കളെയും ആ കുടുംബത്തെയൊക്കെ പ്രോത്സാഹനത്തോടെ കൊണ്ടുപോകുന്ന അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. ചില മക്കൾക്ക് പരീക്ഷയ്ക്ക് തീയതി എടുക്കാനുള്ള ഒരു അസ്വസ്ഥതയുണ്ട്, അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അമ്മമാർ പറയാറുണ്ട്, നമുക്ക് ഈ ദിവസം ഒന്ന് പരീക്ഷ എഴുതിയാലോ, അല്ലെങ്കിൽ ഈ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയാലോ. മക്കൾക്കത് വലിയൊരു ആശ്വാസമായി മാറുകയാണ്. ജീവിതത്തിൽ കുടുംബത്തിലെ മക്കളുടെ ജീവിതമാകട്ടെ, ജീവിതമങ്ങളുടെ ജീവിതമാകട്ടെ, ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട ജീവിതമാകട്ടെ, പലപ്പോഴും പല തീരുമാനങ്ങളും അവസാനമായി എടുക്കുന്നത് ആ കുടുംബത്തിലെ അമ്മയാണ്. ഈ തീരുമാനങ്ങൾ നല്ലതായിട്ട് മാറണം. നമ്മുടെ തീരുമാനങ്ങൾ നല്ലതായിട്ട് മാറണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സമയങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കാമോ? നമ്മുടെ ഈ അമ്മ, പരിശുദ്ധ അമ്മ, തൻ്റെ ജീവിതത്തിൻ്റെ പല പല സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് വചനം വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 സന്ദർഭങ്ങളിൽ 4 രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുക. ഒന്നാമതായി പരിശുദ്ധ അമ്മ എടുക്കുന്ന ഒരു തീരുമാനം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു തീരുമാനമാണ്. നമുക്ക് പലർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമാണ്. ചില വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ ചില സംശയങ്ങൾ ചോദിക്കാൻ, ഇങ്ങനെയാണോ വേണ്ടത്, ചില കാര്യങ്ങൾ ചോദിക്കാൻ, ചില കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് ഭയമാണ്. ഒരിക്കലും ഒരു മകൻ പറയുകയുണ്ടായി, അച്ഛൻ എനിക്ക് വീട്ടിൽ ഒന്നും പറയാൻ തോന്നാറില്ല, എനിക്കിങ്ങനെ മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയാൻ ഭയമാണ്. ഞാൻ പറയുമ്പോൾ തന്നെ അവരിങ്ങനെ എന്നോട് ദേഷ്യപ്പെടും. ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കാൻ, ചില സംശയങ്ങൾ പങ്കുവയ്ക്കാൻ, ഇതിങ്ങനെ മതിയോ, അത് ഇപ്രകാരമാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, അമ്മയുടെ ജീവിതം എന്ന് പറയുക ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തീരുമാനമെടുത്ത ഒരമ്മയാണ്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാലാഖയുടെ ദൈവികമായ വെളിപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നിമിഷത്തിൽ പരിശുദ്ധ മാതാവ് മാലാഖയോട് ഇപ്രകാരം ചോദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇതെങ്ങനെ സംഭവിക്കും. മാതാവ് ചോദിക്കുകയാണ്. മാതാവിന് ഈ ചോദ്യം ചോദിക്കാൻ ഭയം തോന്നിയില്ല കേട്ടോ. നമ്മളാണെങ്കിലോ ചില കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഭയമല്ലേ. അത് അധികാരിയോട് ചോദിക്കാനാകാം, ജീതുമങ്ങാലോട് ചോദിക്കാനാകാം, പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചോദിക്കാനാകാം, സഹോദരങ്ങളോട് ചോദിക്കാൻ, മക്കളോട് ചോദിക്കാൻ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ, ശരിയായ തീരുമാനമെടുക്കാൻ നമുക്ക് ഭയമാണെങ്കിൽ ഈ പരിശുദ്ധ മാതാവിലേക്ക് നോക്കണം കേട്ടോ. ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. പല രീതിയിലാണ് ഇന്ന് ഭയം മനുഷ്യനെ കീഴ്പ്പെടുത്തുക. ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതി ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല അസ്വസ്ഥതകളും വഴിമാറിപ്പോവും. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമായതുകൊണ്ട് ആ ചോദ്യങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന് വേദനിച്ച് നടക്കുന്നത് മൂലം പരാജയപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ 1-2 എന്ന് നമ്മൾ അറിയണം. അമ്മയിലുണ്ടായിരുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിത സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം.
പിന്നീട് മാതാവിനെ കാണാൻ സാധിക്കുന്നത് രണ്ടാമത് തീരുമാനം എടുക്കുന്ന സമയമാണ്. രണ്ടാമതെടുക്കുന്ന തീരുമാനം നമുക്ക് കാണാൻ സാധിക്കുക ലൂക്കായുടെ സുവിശേഷമാണ്. 1-ാമത്തെ അധ്യായം 38-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇത് സമർപ്പണമായിരുന്നു, തന്നെ വിട്ടുകൊടുക്കലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കുന്ന സമയമാണ്. ഇങ്ങനെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ട സമയത്ത് ഏറ്റവും ഉചിതമായ തീരുമാനം നിശക്തമായ രീതിയിൽ എടുക്കാൻ പരിശുദ്ധ മാതാവിന് സാധിക്കുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ നമ്മുടെ ജീവിതത്തിലെ ചില നിർണായക സമയങ്ങളിൽ പരിശുദ്ധ അമ്മയെ പോലെ നമ്മെ തന്നെ സമർപ്പിച്ചെടുക്കേണ്ട തീരുമാനങ്ങളുണ്ടാകും. ഈ തീരുമാനങ്ങൾ യാതൊരു സങ്കോചവും കൂടാതെ, യാതൊരു സംശയം കൂടാതെ, യാതൊരു ഉത്കണ്ഠയും കൂടാതെ ശക്തമായി എടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വൈദിക ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് പോകുമ്പോൾ ഇതിന് വൈദികനായ ആ തീരുമാനത്തെക്കുറിച്ച് യാതൊരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ സംശയമോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതുപോലെ ആയിരക്കണക്കിന് വൈദിക സമർപ്പിത ജീവിതങ്ങളുണ്ട്, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുകയാണ്. പിന്നെ ആ തീരുമാനത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയോ ഒരു ഭയമോ ഉരുക്കടയില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് ഉചിതമായ തീരുമാനം ഉചിതമായ രീതിയിൽ എടുക്കാനുള്ള അഭിഷേകം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം. ഈ അമ്മയുടെ മാധ്യസ്ഥ വഴി നല്ലവനായ ദൈവം ഈ തീരുമാനം എടുക്കാനുള്ള അഭിഷേകം നമുക്ക് നൽകും. ഇനി 3-ാമത് പരിശുദ്ധ മാതാവ് തീരുമാനം എടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മാതാവ് തീരുമാനം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അത് മറ്റുള്ളൊരു വേദന കണ്ട് ബുദ്ധിമുട്ട് കണ്ട് തീരുമാനം എടുക്കുന്ന ഒരമ്മയാണ്. മറ്റുള്ള വേദന കാണുമ്പോൾ അമ്മ തീരുമാനം എടുക്കുകയാണ്. മറ്റുള്ള ജീവിതത്തിലുണ്ടാകുന്ന അപമാനം കാണുമ്പോൾ അമ്മ തീരുമാനം എടുക്കുകയാണ്. മറ്റുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, സങ്കടങ്ങൾ കാണുമ്പോൾ അമ്മ തീരുമാനം എടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ള ജീവിത മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ, വേദന കടന്നു വരുമ്പോൾ നമ്മളും എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ഇതെവിടെ കാണാൻ സാധിക്കുക? കാനായിലെ വിവാഹ വിരുന്ന്. ആ കാനായിലെ വിവാഹ വിരുന്നിൽ യുവദമ്പതികളുടെ വേദന കണ്ട് ആ വേദന മനസ്സിലാക്കി പരിശുദ്ധ മാതാവ് ഒരു തീരുമാനമെടുക്കുകയാണ്. എത്രയും വേഗമാണ് മാതാവ് തീരുമാനമെടുക്കുക. മറ്റുള്ള വേദന കണ്ടില്ല എന്നടിച്ച് ഒരു തീരുമാനമെടുക്കാതെ കണ്ണടച്ച് വിടരുത് കേട്ടോ. മറ്റുള്ള വേദന കാണുമ്പോൾ, ആ കണ്ണുനീര് കാണുമ്പോൾ, ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എത്രയും വേഗം എടുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ തീരുമാനത്തിലൂടെ അനേകർക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കണം കേട്ടോ. ഈ അമ്മ എത്ര വേഗമാണ് ആ യുവദമ്പതികളുടെ വേദന കണ്ട്, നീ അവരുടെ ആ ബുദ്ധിമുട്ട് കണ്ട്, അവർക്കുണ്ടാകാമായിരുന്ന അപമാനം കണ്ട്, നീ ആ മേഖലയും പരിശുദ്ധ മാറിയും വേഗം തന്നെ തീരുമാനം എടുക്കുകയാണ്. എന്താ മറിയം എടുത്ത തീരുമാനം? ഈ പ്രതിസന്ധി തൻ്റെ പുത്രനായ ഈശോയ്ക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നറിഞ്ഞ് ഈശോയുടെ പരിശുദ്ധ മറിയം പറയുന്നത് പ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. മാതാവ് യേശുവിനോട് പറയുക, ദേ അവർക്ക് വീഞ്ഞില്ല കേട്ടോ, ദേ അവർക്ക് വീഞ്ഞില്ല. ഈ തീരുമാനം വളരെ വേഗം മാതാവ് എടുക്കുകയാണ്. ഇങ്ങനെ മറ്റുള്ള വേദന കണ്ട്, ഒരു ബുദ്ധിമുട്ട് കണ്ട്, നീ അവരെ കണ്ണുനീര് കണ്ട് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കണം. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ ഇത്രയും വിഷമിച്ച് നടന്നിട്ട് നീ അവർ തീരുമാനം പറഞ്ഞില്ല കേട്ടോ. നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, നമ്മൾ ചില അനുഭവിക്കുന്ന ചില വേദനകൾ, ഇതിൻ്റെ ഭാരം എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാം. ഇതുപോലെ നമ്മുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും എടുക്കുന്ന ചില വേദനയും നൊമ്പരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതിനുവേണ്ടി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഇനി 4-ാമത് പരിശുദ്ധമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, മറിയം എടുക്കുന്ന തീരുമാനം അത് എലിസബത്തിനെ സന്ദർശിക്കുന്നതിനും സഹായിക്കാനും ഉള്ള തീരുമാനമാണ്. മറ്റുള്ളവരൊന്നും സഹായിക്കണമെങ്കിൽ, നീ അവർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ അവിടെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? തീരുമാനമെടുക്കണ്ടേ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആ ദിവസങ്ങളിൽ മറിയം
യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എലിസബത്തിനെ സന്ദർശിക്കാനും എലിസബത്തിനെ സഹായിക്കാനും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം പരിശുദ്ധ അമ്മയെടുക്കുകയാണ്. അങ്ങയിൽ പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുപോകാറുണ്ട്. നാളെ തീരുമാനം എടുക്കാം, നാളെ കഴിഞ്ഞ് തീരുമാനം എടുക്കാം. അത് ചിലപ്പോൾ പാപം ഉപേക്ഷിക്കാൻ വേണ്ടിയാകാം, മദ്യപാനം ഉപേക്ഷിക്കാനാകാം, വെറുപ്പ് ഉപേക്ഷിക്കാനാകാം, പ്രതികാരം ഉപേക്ഷിക്കാനാകാം, ചില അശുദ്ധമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനാകാം. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കണം കേട്ടോ. ഈ തീരുമാനം എടുക്കാതെ നീട്ടി കൊണ്ടുപോകരുത്. ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള തീരുമാനമാകാം, അതെടുക്കാൻ ഭയപ്പെട്ട് ആ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നീട്ടി കൊണ്ടുപോകരുതേ. ചില വ്യക്തികളെ സഹായിക്കാനുള്ള തീരുമാനമാകാം, അത് നീട്ടി വെച്ച് സഹായം കിട്ടേണ്ട സമയത്ത് അവർക്ക് സഹായം കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. മറ്റുള്ള വേദന കണ്ട് ബുദ്ധിമുട്ട് കണ്ട് വളരെ വേഗം തീരുമാനം എടുക്കാനുള്ള അഭിഷേകം നമ്മുടെ ദൈവം തരണം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിർണായകമായ നിമിഷങ്ങളാകാം. ഒരു പരീക്ഷ എഴുതാനുള്ള തീയതിയാകാം, എന്ത് പഠിക്കണം, ഏത് ജീവാവസ്ഥയിലേക്ക് തിരിയണം, അല്ലെ ഏത് മാർഗത്തിലേക്ക് പോകണം, ഏത് ബിസിനസ് ആരംഭിക്കണം, ഏത് ജോലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിത മേഖലയിൽ അനേകം തീരുമാനം എടുക്കേണ്ട സമയത്ത് മടിച്ചു നിൽക്കാതെ ഭയപ്പെടാതെ ഈ പരിശുദ്ധ മാതാവിനെ പോലെ ഉചിതമായ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. തീരുമാനം മറ്റുള്ളവർ എടുക്കട്ടെ എന്ന് കരുതരുത്. തീരുമാനം എടുക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തീരുമാനം എടുക്കാതെ നമ്മൾ വഴിമാറി പോകരുത് കേട്ടോ. തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ ഈ തീരുമാനം എടുക്കുന്നത് വിസയ പിതാവ്. എന്നാൽ തീരുമാനം തെറ്റായ തീരുമാനമായിരുന്നു. നമ്മുടെ വ്യക്തിജീവിതമായ ജീവിത മേഖലയിൽ ഞാനും നിങ്ങളും എടുക്കുന്ന തീരുമാനം അത് തെറ്റായി പോകുമ്പോൾ ആ തെറ്റായ തീരുമാനം എടുക്കുന്ന വ്യക്തിയിലേക്ക് ആര് കടന്നു വരും? ഈശോ കടന്നു വരും കേട്ടോ. ആ ദൈവം കടന്നു വരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായിട്ട് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി യൗസേപ്പ് പിതാവ് തീരുമാനിക്കുക. കാരണം യൗസേപ്പ് പിതാവ് നീതിമാനായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മറിയത്തിനൊരു അപമാനം ഉണ്ടാകരുത് എന്ന് യൗസേപ്പ് പിതാവ് ആഗ്രഹിക്കുക. എന്നാലും യൗസേപ്പ് പിതാവ് എടുക്കുന്ന തീരുമാനം ഉപേക്ഷിക്കാനാണ്. ഈ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നത് തെറ്റായ തീരുമാനമായതുകൊണ്ട് ഈ സമയം തന്നെ ദൈവം അവിടെ ഇടപെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. തീരുമാനം തെറ്റായി പോയപ്പോൾ ആ തീരുമാനം ദൈവഗീത പ്രകാരമുള്ള തീരുമാനമല്ലാതായി മാറിയപ്പോൾ വളരെ വേഗം ദൈവത്തിന് ഇടപെടൽ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ആ തെറ്റായി പോകുമ്പോൾ ഇതുപോലെ ദൈവം വളരെ വേഗം ആ തീരുമാനം തിരുത്താൻ നമ്മോട് പറയാറുണ്ട്. യൗസേപ്പ് പിതാവിനെ പോലെ നമ്മൾ തീരുമാനങ്ങൾ തിരുത്തുന്ന ഒരു വ്യക്തിയാണ്. യൗസേപ്പ് പിതാവ് ആ തീരുമാനം എത്ര വേഗമാണ് മാറ്റിയത്. നീ ഉപേക്ഷിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം യൗസേപ്പ് പിതാവ് ഉപേക്ഷിക്കുക. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ആ തെറ്റായ തീരുമാനമായി മാറുമ്പോൾ, ആ തീരുമാനം ദൈവഗത പ്രകാരമുള്ള തീരുമാനം അല്ലാതായി മാറുമ്പോൾ, ദൈവ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പറയുമ്പോൾ നമ്മളതിനോട് സഹകരിക്കണം കേട്ടോ. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വചനം പറയുക: വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം വഴിതെറ്റിപ്പോകാൻ, നമ്മുടെ ജീവിതത്തിന് റൂട്ട് മാറിപ്പോകാൻ, നമ്മുടെ ജീവിതം ഒരു പരാജയമായി മാറാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ വിവേകശൂന്യമായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത് കൊണ്ട്. ഒരിക്കലും വ്യക്തി ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ വ്യക്തി അലമുറിയിട്ട് കരഞ്ഞു പറഞ്ഞു: ദൈവമേ, എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ, ദൈവം എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ. ഈ ജീവിതം പാഴായി 4-5 വർഷം കഴിഞ്ഞ് ആ വ്യക്തി തിരിച്ചറിയുക: ദൈവം എൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ എന്ന്.
5 വർഷം മുമ്പ് എടുത്ത തീരുമാനം തെറ്റായി പോയതുകൊണ്ട്, ഇങ്ങനെ തീരുമാനങ്ങൾ തെറ്റായതുമൂലം ജീവിതം വഴിതെറ്റിപ്പോയി അനേക ജീവിതങ്ങളെ കണ്ടുമുട്ടാറുണ്ട്. അവിടെ നോമ്പിൻ്റെ 6-ാം ദിവസമായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ എടുത്തതുപോലെ ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എപ്രകാരം എടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം? വിവേകത്തോടെ എടുക്കാൻ സാധിക്കണം. ഈ വാക്കൊന്ന് പറയാമോ? എപ്രകാരമാണ് തീരുമാനം എടുക്കേണ്ടത്? വിവേകത്തോടെ. വിവേകശൂന്യമായ തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടോ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവവുമായി ഒന്ന് ആലോചന ചോദിക്കണം, ഉറ്റുവരുമായി ഒന്ന് ആലോചന ചോദിക്കണം. ചില തീരുമാനം എടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന അനേകരെ കാണാറുണ്ട്. ചില പറയാണ്ട്, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ, ഇന്ന കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം ദൈവാത്മ പറയുക, തീരുമാനം അവർ തന്നെയാണ് എടുക്കേണ്ടത്. അവരോട് പറയണം, ഇത്ര ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, ഇത്ര ദിവസമൊക്കെ ബലിയിൽ പങ്കുചേർത്ത് പ്രാർത്ഥിച്ചാൽ, നീ അല്പസമയം ദിവ്യേന ആരാധനയിൽ സമയം ചെലവഴിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കും കേട്ടോ. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മുടെ തീരുമാനങ്ങൾ ഒരിക്കലും വിവേകശൂന്യമായി മാറരുത്. നീ വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 19-ാം അധ്യായം 21-ാം വചനം വായിക്കുമ്പോൾ കാണും. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുകയാണ്. നീ പല പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട്, ഉറ്റവരുമായി പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട്. പക്ഷെ വചനം എന്താണ് പറയുക? നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. നടപ്പിൽ വരിക കർത്താവിൻ്റെ തീരുമാനമാണ്. ഞാനും നിങ്ങളും എടുത്ത തീരുമാനമല്ല പലപ്പോഴും നടപ്പിലാകുക, ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആകയാൽ പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണേ. മാനുഷികമായ തീരുമാനം എടുക്കാതെ ദൈവികമായ തീരുമാനം എടുക്കാൻ നമുക്കവിടെ സാധിക്കണം. നമ്മളെടുക്കുന്ന തീരുമാനമല്ല നടപ്പിലാകുക, തീരുമാനം ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ദൈവത്തോട് തന്നെ ആദ്യമേ ചോദിക്കണം, ദൈവമേ, ഞാൻ ഈ മേഖല ഏത് തീരുമാനം എടുക്കേണ്ടത്? തീരുമാനങ്ങൾ അനുഗ്രഹമായി മാറാൻ ഉചിതമായ സമയത്ത് ഉചിതമായ നല്ല തീരുമാനം എടുക്കണം. അഭിഷേകത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നീ മറ്റൊരു ആശയം കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, മറിയം തീരുമാനമെടുത്ത ഒരമ്മയായിരുന്നു. ഇതുപോലെ തീരുമാനം നമ്മളെടുക്കുമ്പോൾ, കുടുംബത്തിൽ ചില തീരുമാനങ്ങൾ കടന്നു വരുമ്പോൾ, സമൂഹത്തിൽ ചില തീരുമാനം കടന്നു വരുമ്പോൾ, നമ്മുടെ പൊതുവായ തീരുമാനങ്ങൾ മറുതലിച്ച് നിൽക്കരുത് കേട്ടോ. ചില ജീവിതങ്ങൾ ഏത് തീരുമാനത്തെയും എതിർക്കുന്നത് കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് വചനം എന്താ പറയുക? സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 1-ാം വചനം ഇപ്രകാരം പറയുന്നു: വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കിയ. ഇങ്ങനെ വീട്ടിലെടുക്കുന്ന ചില തീരുമാനമാകാം, സമൂഹത്തിലെടുക്കുന്ന ചില തീരുമാനമാകാം, ഇടത് കൂട്ടായ്മയിലെടുക്കുന്ന ചില തീരുമാനങ്ങളാകാം. ആ തീരുമാനങ്ങളിൽ നിന്ന് വഴുതി മാറാൻ നമ്മൾ നോക്കരുത് കേട്ടോ. നല്ല നല്ല തീരുമാനങ്ങളോട് മറുതലിച്ച് നിൽക്കരുത്. അങ്ങനെ മറുതലിച്ച് നിൽക്കുന്ന വ്യക്തികൾ, അതേക്കുറിച്ച് വചനം എന്താ പറയുക? അവർ വേറിട്ട് നിൽക്കുന്നവരെന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെന്ന്. കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുടുംബമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ഏകകണ്ഠമായ തീരുമാനങ്ങളായി മാറും. ജീവിതത്തിൽ വരുന്ന പ്രിയപ്പെട്ടവരെടുക്കുന്ന നല്ല നല്ല തീരുമാനങ്ങളോട് സഹകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സഹകരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും ഇടവക സമൂഹവും ഒക്കെ ഒരു അനുഗ്രഹമായി, ഒരു അഭിഷേകമായി കടന്നു വരിക. ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക? തീരുമാനം എടുക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേകമാണ്. അവിടെ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരുമായി കൂടി ആലോചന നടത്തണം. ഒന്ന്, ദൈവവുമായി നമ്മൾ കൂടി ആലോചിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ അല്പസമയം നമ്മൾ ചെലവഴിക്കണം. രണ്ടാമതായി നമ്മുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരുമായി നമ്മൾ കൂടി ആലോചന നടത്തണം. നമ്മൾ ദൈവത്തോട് കൂടി ആലോചിക്കാതെ, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി കൂടി ആലോചിക്കാതെ, ഏകപക്ഷീയമായി എനിക്കെല്ലാം അറിയാം, ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ശരി എന്ന് കരുതി തീരുമാനം എടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ ഒരു നിമിഷം ശ്രദ്ധിക്കണേ. ആ തീരുമാനം വഴിതെറ്റിപ്പോകാം. പല തീരുമാനങ്ങളും പൈശാചികമായ തീരുമാനമായി മാറുക, പല തീരുമാനങ്ങളും തെറ്റായ തീരുമാനമായി മാറുക ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കാത്തത് മൂലം.
ദൈവം നൽകിയ പ്രിയപ്പെട്ടവരുമായി കൂടി ആലോചന നടത്താതെ തീരുമാനമെടുക്കുന്നത് മൂലമാണ്. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ സ്വയം തീരുമാനമെടുക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ ആ ശൈലി അല്പം ഒന്ന് മാറ്റിപ്പിടിച്ച് ദൈവത്തോട് കൂടി ആലോചന നടത്തി, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ആലോചന നടത്തി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവം നമുക്ക് നൽകും. ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഈ സമയം പരിശുദ്ധ അമ്മയോടൊപ്പം ദിവ്യാനാരാധനയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം കേട്ടോ. ഈ നോമ്പിൻ്റെ 6-ാം ദിവസമായി ഇന്ന് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാനുള്ള അഭിഷേകം തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ഈശോയിൽ നിന്ന് ചോദിച്ച് വാങ്ങി തരണമേ. അമ്മയുടെ ജീവിതം തീരുമാനമെടുത്ത ജീവിതമായിരുന്നു. ഇതുപോലെ വിവേകത്തോടെ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയിലും, പ്രിയപ്പെട്ടവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയിലും ഉചിതമായ തീരുമാനമെടുക്കാൻ അഭിഷേകം ദൈവം തരട്ടെ. ഈ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടെ ദൈവിക ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമേ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമേ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. ആരാധന 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 തിരുവസ്തുരവനായ യേശുവിന്റെ മുമ്പിലേക്ക് ഈ ദിവസത്തെ ആരാധനയിൽ നമ്മുടെ ജീവിതം മുഴുവനെയും നമ്മൾ കർത്താവിന് കാഴ്ചവെക്കുക. നോമ്പിൻ്റെ 6-ാം ദിവസമാണിന്ന്. നല്ല ഈശോയെ,
പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഈ നോമ്പിൻ്റെ 6-ാം ദിവസം ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ചില ഗുണങ്ങൾ, പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ചില അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം. പരിശുദ്ധ അമ്മേ, അമ്മയിലുണ്ടായിരുന്ന പ്രത്യേകമായ ചില അഭിഷേകം, ചില ഗുണങ്ങൾ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ സമയം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഓ നല്ല ഈശോയെ, തിരുവസ്തുരൂപനായ ഈശോയെ, ഈ സമയം ഞങ്ങളുടെ മക്കൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയം. വലിയ അനുഗ്രഹത്തിലേക്കും വലിയ അഭിഷേകത്തിലേക്കും ഈ ആരാധനയിൽ ഓരോ ജീവിതത്തിലേക്കും ദൈവമേ കടന്നു വരണമേ എന്ന് കണ്ണുനീരോടെ ഞങ്ങളുടെ മകൾ പ്രാർത്ഥിക്കുന്ന സമയം. എല്ലാ ആവശ്യങ്ങളേക്കും ഈശോ വരാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. നമ്മുടെ ചെറുതും വലുതുമായ നിയോഗങ്ങളിലേക്ക് ഈശോയെ വരണമേ എന്ന് ആഗ്രഹിച്ചു ഈ ജീവനുള്ള ദൈവത്തെ സ്വരമയത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയം. അതിൽ തുറന്ന് ഈശോയെ സ്തുതിച്ചു. ഈ ദൈവ സ്നേഹത്തിന്റെ ദൈവം, ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം, ഈ ദൈവം അഭിഷേകം ചെയ്യുന്ന ദൈവം. ഒന്നര ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വലിയ ത്യാഗത്തോടെ, വലിയ ഉത്സാഹത്തോടെ വീണ്ടും വീണ്ടും അന്തം തുറന്ന് യേശുവിനെ സ്തുതി ആലപിക്കുന്ന സമയം, യേശുവിനെ ആരാധിക്കുന്ന സമയം. ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാൽ, ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾ പങ്കുചേരുമ്പോൾ നീ ഒന്ന് ചേർന്ന് കരമുയർത്തി, ഒന്ന് ചേർന്ന് അതിരം തുറക്കുകയും ഒന്ന് ചേർന്ന് യേശുവേ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയം. വിളിക്കുന്നു യേശുവേ, കരമടിച്ച് തിരുവസ്തുരൂപനായ യേശുവെ നോക്കി വലിയ സന്തോഷത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, വലിയ അഭിമാനത്തോടെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുക, കരഘോഷത്തോടെ ഈശോയെ ആരാധിക്കുക. ചെറുതുപാടാ ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ഈശോയെ ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിയടിച്ച് വലിയ ഉണർവോടെ, വലിയ അഭിഷേകത്തോടെ, വലിയ ശക്തിയോടെ ഓ തിരുവസ്തുരൂപനായ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്ന സമയം. ദൈവത്തിൻ്റെ മക്കൾ ആരാധിക്കുന്നു, ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സ്തുതിക്കുക.
ഇരുകരങ്ങൾ ഉയർത്തിയടിച്ച് ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് വലിയ അഭിഷേകത്തോടെ വലിയ ശക്തിയോടെ ദൈവമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയിടിക്കുക, ചേർത്ത് പാടാം. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം, സ്തുതിച്ചുകൊണ്ട് ആരാധിക്കാം. ദിവസങ്ങളിലേക്ക് തന്നെ കൊണ്ട് വലിയ സന്തോഷത്തോടെ ചെറുത് പാടാം, ആരാധിക്കാം. ചെറുതുപാടി. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡകൾ ഏറിടുമ്പോൾ, ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡകൾ ഏറിടുമ്പോൾ, പീഡിതർക്ക് രാജ്യം നൽകും സ്വർഗതാതനെ നന്ദി ചൊല്ലി ആരാധിക്കാം. പീഡിതർക്ക് രാജ്യം നൽകും സ്വർഗതാതനെ നന്ദി ചൊല്ലി ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. സ്തുതിക്കുന്നു യേശുവേ, യേശുവേ, ആരാധന ആരാധന, യേശുവേ, യേശുവേ, ആരാധന 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 ആരാധന, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധിക്കുന്നു ആരാധന, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും വലിയ വിശ്വാസത്തോടെ വലിയ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് പിടിക്കുക. ഈ ദിവസം ദീപികാരൻ്റെ ആരാധനയിൽ പരിശുദ്ധാമ്മയുടെ വലിയൊരു ശൈലിയായിരുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്ത അമ്മയാണ് നമ്മുടെ അമ്മ. ശരിയായ തീരുമാനമെടുക്കേണ്ട സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരിതിന് ഏറ്റവും നല്ല മാതൃക പരിശുദ്ധാമ്മയാണ്. പരിശുദ്ധാമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നല്ല ദൈവമേ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധാമ്മ തീരുമാനം എടുക്കുന്ന ഒരമ്മയായിരുന്നു. കുടുംബത്തിലൊക്കെ ഏത് ആവശ്യം വരുമ്പോഴും പലപ്പോഴും കുടുംബാംഗങ്ങളെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും ശരിയായ തീരുമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും ആ കുടുംബത്തിലെ അമ്മയാണ്. ഇതുപോലെ ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങളുടെ സ്വർഗീയ അമ്മ പരിശുദ്ധാമ്മ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുന്ന അമ്മയാണ്. ഈ അമ്മയിലുണ്ടായിരുന്ന അഭിഷേകം, തീരുമാനമെടുക്കാനുള്ള അഭിഷേകം ഈ സമയം അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ അങ്ങയുടെ മക്കൾ ഒന്നുയർന്ന് ആരാധിക്കുകയാണ്. ചേർത്ത് പാടാം. ആരാധന 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 ആരാധന, ചേർത്ത് പാടാം. ആരാധന 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 ആരാധന. പരിശുദ്ധമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
തീരുമാനമെടുക്കേണ്ട പല സമയങ്ങളിലും ഉചിതമായ സമയത്ത് പരിശുദ്ധാമ്മ തീരുമാനമെടുക്കുക. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുക, മാലാഖയുടെ ദൈവികമായ വെളിപാടിൻ്റെ നിർണായക നിമിഷത്തിൽ ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുക. പരിശുദ്ധമ്മ അവിടെ തീരുമാനമെടുക്കുക. അത് ചോദിക്കാനുള്ള തീരുമാനമാണ് പരിശുദ്ധമ്മ എടുക്കുക. നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ ചോദിക്കേണ്ടവരോട് ചോദിക്കാനുള്ള ഒരു തീരുമാനം. ഓ ദൈവമേ, ഇതെടുക്കുന്ന ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വചനം വായിക്കുമ്പോൾ മറിയം ചോദിക്കുന്നുണ്ട്, മാലാഖയോട് ചോദിക്കുക, ഇതെങ്ങനെയാണ് സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമാണ്. നമുക്ക് ചില വ്യക്തികളെ ഭയമാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമാണ്. ചോദിക്കാനുള്ള ശൈലി, ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ടവരോട് ചോദിക്കുന്ന ഒരു ശൈലി, നല്ല ഈശോയെ പരിശുദ്ധാമ്മയെ ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചോദിക്കേണ്ട ചില സമയങ്ങൾ വരുമ്പോൾ അത് പ്രിയപ്പെട്ടവരാകാം. മക്കളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അപ്പനും അമ്മയും അത് ചോദിക്കേണ്ടതാണ്. എന്നാൽ മക്കളെ ഭയപ്പെട്ട് മക്കളെന്ത് ചിന്തിക്കുമെന്ന് കരുതി, മക്കളുടെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് കരുതി മക്കളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അവിടെ ആ ചോദ്യങ്ങൾ നിശ്ചിത പാലിക്കുമ്പോൾ നമ്മൾ അറിയണം കേട്ടോ, തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ അഭിഷേകം നമുക്കില്ല എന്ന്. ചോദിക്കേണ്ടവിടെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഓ ഈശോയെ അതിനുവേണ്ടി ആരാധിക്കുക. ഈ ഒരു അനുഗ്രഹം, ഈ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് തിരുവസ്തുരുവിനായ ഈശോയെ അങ്ങനെ മക്കൾ ആരാധിക്കുക. ചെറുതു പാടാ ആരാധന 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 ആരാധന. നല്ല ഈശോയെ, പരിശുദ്ധാമ്മയുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ നിർണായകമായ തീരുമാനമെടുക്കാനുള്ള സമയത്ത് ഉചിതമായ തീരുമാനം പരിശുദ്ധ അമ്മ എടുക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വചനം വായിക്കുമ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇത്. ദൈവത്തിൽ തന്നെ സമർപ്പിക്കാനുള്ള തീരുമാനമാണ്. ഈ സമർപ്പണ തീരുമാനമെടുക്കാനുള്ള അഭിഷേകം പ്രിയമുള്ളവരെ പരിശുദ്ധാമ്മയിൽ കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന ചില തീരുമാനമുണ്ട്. ആ ജീവിതത്തെ ആകമാനം ബാധിക്കുന്ന ഒരു തീരുമാനം, ദൈവദുരമ്പിലെടുക്കുന്ന അതിശക്തമായ തീരുമാനം. അത് സമർപ്പിത വിളിയെക്കുറിച്ചുള്ള തീരുമാനമാകാം, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനമാകാം, വൈദിക വിളിയെക്കുറിച്ചുള്ള തീരുമാനമാകാം. നമ്മൾ ഇതുപോലെ പരിശുദ്ധ അമ്മയെപ്പോലെ ഉചിതമായ സമയത്ത് നമ്മുടെ ജീവിതത്തിന് നിർണായകമായ തീരുമാനമെടുക്കേണ്ട കാലഘട്ടങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അഭിഷേകം എനിക്കുണ്ടോ? ഞാൻ തീരുമാനമെടുക്കാതെ പതറി നടക്കുന്ന വ്യക്തിയാണ്. തീരുമാനമെടുക്കാതെ മാറി മാറി നടക്കുന്ന വ്യക്തിയാണ്. ഓ ദൈവമേ, അങ്ങനെ മക്കൾ തിരിച്ചറിയുക. ഞങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ നിമിഷങ്ങളിൽ ഉചിതമായ തീരുമാനം പരിശുദ്ധമ്മ എടുത്തതുപോലെ തീരുമാനമെടുക്കുന്ന അഭിഷേകം ഈ നോമ്പിൻ്റെ 6-ാം ദിനമായി ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ മേഖല സമർപ്പിച്ച് ആരാധിക്കുക. ആരാധന യേശുവേ, ആരാധന. ചെറുതുപാട് ആരാധന 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 ആരാധന. ചെറുതുപാട് ആരാധന 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 യേശുവേ, ആരാധന. ആരാധന ആരാധന. നല്ല ഈശോയെ, ഈ ദൈവികാരൻ്റെ ആരാധനയിൽ നീ അങ്ങയുടെ മക്കൾ നിയോഗം വയ്ക്കുക. പരിശുദ്ധ അമ്മ തീരുമാനമെടുക്കുന്ന അമ്മയായിരുന്നു.
ഈ അമ്മയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ ജീവിത ബുദ്ധിമുട്ട് കണ്ട് തീരുമാനമെടുക്കാനുള്ള അഭിഷേകം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. കനാനിലെ വിവാഹ വിരുന്നിൽ നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല, ആ യുവദമ്പതികളുടെ വേദന കണ്ട്, നീ അവരുടെ നൊമ്പരം കണ്ട് ആ വേദന തിരിച്ചറിഞ്ഞ് പരിശുദ്ധ മറിയം ഉചിതമായി തീരുമാനമെടുക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകണം. ഈ ദമ്പതികളുടെ വേദനകൾ മാറണം. ഈ വേദന മാറാനും ഈ പ്രതിസന്ധി പരിഹരിക്കാനും തൻ്റെ പുത്രനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് വന്നതുകൊണ്ട് ഈ തിരിച്ചറിവുമായി പരിശുദ്ധമ്മ തീരുമാനമെടുത്ത് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ അവർക്ക് വീഞ്ഞില്ല കേട്ടോ, നീ അവർക്ക് വീഞ്ഞില്ല. ഇതുമൂലം വീഞ്ഞു തീർന്നു പോയ ജീവിതങ്ങൾ, അവരുടെ വേദന നൊമ്പരം കണ്ട്, അവൻ്റെ ബുദ്ധിമുട്ട് കണ്ട് അതിലിടപെടാനുള്ള ഒരു അഭിഷേകം, ആ തീരുമാനം എടുക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവേ ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ്. ചെറുതുപാടാം ആരാധന. ആരാധന 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 ഈശോയെ ആരാധന. ആരാധന ആരാധന. നാലാമതും മറിയം തീരുമാനമെടുക്കുകയാണ്. അന്ന് എലിസബത്തിനെ സന്ദർശിക്കാനും സഹായിക്കാനും എടുക്കുന്ന തീരുമാനമാണ്. ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായം 39-ാം വചനത്തിൽ കാണാൻ സാധിക്കും. മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. എലിസബത്തിനെ സഹായിക്കാൻ സന്ദർശിക്കാൻ എടുക്കുന്ന തീരുമാനം, അതെടുക്കേണ്ട സമയത്ത് എടുക്കാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മയെ കാണാൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ സന്ദർശിക്കാൻ ഇതുപോലെ തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാൻ നമ്മെ കൊണ്ടാവുന്നുണ്ട്. തീരുമാനം വലിച്ചു നീട്ടുന്ന വ്യക്തിയാണ്. തീരുമാനം എന്നെ കൊണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ മേഖലയിലേക്ക് ഈശോ പരമ്പര ആഗ്രഹിച്ച് ചേർന്ന് ആരാധിക്കുകയാണ്. ഈശോയെ ആരാധന. ആരാധന 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 ആരാധന. ആരാധന ഈശോയെ ആരാധന. ആരാധന ഈശോയെ ആരാധന. ആരാധന ആരാധന. ഈ ആരാധനയുടെ സമാപന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കാര്യങ്ങൾ കൂപ്പിപ്പിടിക്കട്ടെ. പരിശുദ്ധാമ്മയെ പോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. എന്ന് പരീക്ഷ എഴുതണം, എപ്രകാരം പഠിക്കണം, ഏത് കോഴ്സിന് ചേരണം, കുടുംബജീവിതത്തിൽ പ്രവേശിക്കണം, വൈദ്യജീവിതമാണോ അത് സമർപ്പിത വിളിയാണോ, എങ്ങോട്ട് യാത്ര തിരിക്കണം, ആരെ സഹായിക്കണം. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതം ഓരോ നിമിഷവും നിരവധി തീരുമാനമെടുക്കേണ്ടതാണ്. നമ്മുടെ തീരുമാനങ്ങൾ അനുഗ്രഹമായി മാറാൻ വേണ്ടി തീരുമാനമെടുക്കുന്നൊരു അഭിഷേകം, ശരിയായി തീരുമാനമെടുക്കുന്ന അഭിഷേകം ഉദയവുമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, യേശു വരുന്ന സമയം, ഈ അഭിഷേക ദൈവം നൽകുന്ന സമയം, കരങ്ങൾ കൂപ്പി പിടിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വചനം വായിക്കുമ്പോൾ അവിടെ യേശു പിതാവ് എടുത്ത തീരുമാനം തെറ്റായി പോകുന്നത് കാണാൻ സാധിക്കും. അത് രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം തെറ്റായി പോകുമ്പോൾ ഒന്നല്ല ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ആ തീരുമാനത്തിന് മേൽ ദൈവം ഇടപെടുകയാണ്. ഇതുപോലെ നമ്മുടെ തീരുമാനം തെറ്റായി പോകുമ്പോൾ ദൈവം ആ മേഖലയെ കടന്നു വരുന്നുണ്ട്.
പ്രഭാഷകന്റെ പുസ്തകം 3:24 നമ്മൾ ധ്യാനിച്ചത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ വഴിതെറ്റിക്ക് പോകാതിരിക്കാൻ, നമ്മുടെ തീരുമാനം അനുഗ്രഹമായി മാറാൻ ഉചിതമായ തീരുമാനമെടുക്കുന്ന അഭിഷേകം ഈശോയെ ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളിൽ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നൊരു അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ യേശുവേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.